അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലാഭേച്ഛയുള്ള കരാറുകാർ നടത്തുന്ന ജനവിരുദ്ധ നടപടികൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കൂട്ടുനിൽക്കുകയാണെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പ്രസ്താവിച്ചു. അരൂർ മാനവീയം വേദിക്ക് സമീപം ജൂൺ 28 വെള്ളിയാഴ്ച വൈകിട്ട് CPI അരൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന കരാറുകാർ നടത്തുന്ന ജനവിരുദ്ധ നടപടികൾക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി കൂട്ടുനിൽക്കുകയാണെന്ന് CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് പ്രസ്താവിച്ചു. അരൂർ മാനവീയം വേദിക്ക് സമീപം ജൂൺ 28 വെള്ളിയാഴ്ച വൈകിട്ട് CPI അരൂർ മണ്ഡലം സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യാത്രാ ദുരിതങ്ങൾക്ക് പുറമെ ദേശീയപാതയുടെ ഇരുവശവുമുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കും വ്യാപകമായ മഴയും ചെളിയും മലിനജലവും പൊടിയും മൂലം ദോഷം സംഭവിച്ചു എന്ന് അദ്ദേഹം വിശദീകരിച്ചു. പൈലിംഗ് നടത്തി പുറന്തള്ളുന്ന ചെളിയും മറ്റും റോഡിൽ തന്നെ നിക്ഷേപിക്കുന്ന സ്ഥിതി അനുവദിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അരൂർ തുറവൂർ ഉയരപ്പാതയ്ക്ക് ഇരുവശവുമുള്ള റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, യാത്രാ ദുരിതം പരിഹരിക്കുക, മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും പ്രത്യേക നഷ്ടപരിഹാര പാക്കേജ് നൽകുക, റോഡിനിരുവശവും ഡ്രൈനേജ് സംവിധാനം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആ ചെളി നീക്കം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, മഴയോടുകൂടി അത് ഇരുവശവും ഒലിച്ച് ഇറങ്ങുകയാണ്. ഉയരപ്പാതയുടെ നിർമ്മാണം വരുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രണ്ട് വശവുമുള്ള കാണകളുടെ നിർമ്മാണമാണ്. ഡ്രൈനേജ് സിസ്റ്റം മെച്ചപ്പെടുത്തുക. ദൈനംദിനമുള്ള തങ്ങളുടെ ജീവിതം മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടി തുച്ഛമായ കൂലിക്ക് പണിയെടുക്കുന്ന, അല്ലെങ്കിൽ ശമ്പളത്തിന് പണിയെടുക്കുന്ന, സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? സ്വകാര്യ ആശുപത്രികളെല്ലാം എറണാകുളം നഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ ഈ പറഞ്ഞ പ്രദേശത്തു നിന്നെല്ലാം ആ രോഗികളെയും താണ്ടി ആംബുലൻസിന്റെ നിലവിളി നമ്മൾ കേൾക്കുകയാണ്. റോഡിന് ഇരുവശവും ഒരു ഇഞ്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ പിന്നെ 2-2.5 മണിക്കൂർ 3 മണിക്കൂറാണ് ബ്ലോക്ക് ആകുന്നത്. അതിനിടയിൽ വിലപ്പെട്ട ജീവൻ. കാരണം സമാന്തരമായി മറ്റു റോഡുകളില്ല എറണാകുളം നഗരത്തിലേക്ക്. CPI ജില്ലാ കൗൺസിൽ അംഗം TP സതീശൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി PM അജിത് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി S അശോക് കുമാർ, MP ബിജു, OK മോഹനൻ, P മനോജ് കുമാർ, KP ദിലീപ് കുമാർ, VK ചന്ദ്രബോസ്, VN അൽത്താഫ് തുടങ്ങിയ CPI ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.